എൻ്റെ സഹോദരങ്ങളെ, ദൈവം വീണ്ടെടുക്കപ്പെട്ട ജനത്തെ സമുദ്രത്തിൽ കൂടെ നടത്തുകയാണ്. സമുദ്രത്തിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് അത്ഭുതകരമായി മനുഷ്യന് തോന്നും. പക്ഷേ അതിൻ്റെ നാൾവഴികൾ പ്രതികൂലമാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അനന്തര ദൈവം ഇസ്രായേലിൻ്റെ അടുക്കൽ പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും ബാൽസഫോനും സമീപത്തുള്ള പീഹഹിരോത്തിനരികെ പാളയമിറങ്ങണം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹഹിരോത്തിന് മരികെ നിങ്ങൾ പാളയമിറങ്ങണം. ആ പാളയമിറങ്ങുമ്പോൾ പീഹഹിരോത്തിൽ ഏതെങ്കിലും നല്ല സ്ഥലം നോക്കിയല്ല നിങ്ങൾ പാളയമിറങ്ങേണ്ടത്. പീഹഹിരോത്തിലെ സമുദ്രത്തിൻ്റെ അരികെ പോയി നിങ്ങൾ പാളയമിറങ്ങണം. പീഹഹിരോത്തും ചെങ്കടലും കൂടെ ചേരുന്ന സ്ഥലം പീഹഹിരോത്തിനരികെ ചെങ്കടലിൻ്റെ മുമ്പിൽ പോയി ഇവൻ പാളയമിറങ്ങിയാൽ രണ്ട് സൈഡിലും കിഴുക്കാൻ തൂക്കായ പർവ്വതമാണ്. ഇടത്തോട്ടും ഓടിപ്പോകാൻ കഴിയത്തില്ല, വലത്തോട്ടും ഓടിപ്പോകാൻ കഴിയത്തില്ല. ദൈവം പറയുകയാണ്, എൻ്റെ വഴി സമുദ്രത്തിലും പെരുവെള്ളത്തിലുമാണ്. നീ മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹഹിരോത്തിനരികെ പാളയമിറങ്ങണം. അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നീ പാളയമിറങ്ങണം. നീ അവിടെ പാളയമിറങ്ങുമ്പോൾ നാട്ടുകാരെന്തു പറയുമെന്നറിയാമോ? 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നാട്ടുകാർ പറയും, നീ ദേശത്തുഴലുന്നെന്ന്, നീ കുടുങ്ങിയെന്ന് നാട്ടുകാർ പറയും. ഇതാ ഞാൻ നിന്നെ നടത്താൻ പോകുന്ന വഴി. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം പറയുകയാണ്, നീ മിഗ്ദോലിനും കടലിനും അരികത്ത് ബാൽസഫോന് സമീപത്തുള്ള പീഹഹിരോത്തിൽ പാളയമിറങ്ങണം. സമുദ്രത്തിനരികെ നീ പാളയമിറങ്ങണം. എൻ്റെ വഴി സമുദ്രത്തിലും പെരുവെള്ളത്തിലുമാ. ഞാൻ നിന്നെ നടത്തുന്ന വഴി കണ്ടിട്ട് ഫറവോൻ പറയും, നീ കുടുങ്ങിയെന്ന്. ഞാൻ നിന്നെ നടത്തുന്ന വഴി കണ്ടിട്ട് നിന്റെ നാട്ടുകാരും വീട്ടുകാരും പറയോ, നിന്റെ കച്ചവടം തീർന്നെന്ന്, നീ ഉഴലാൻ തുടങ്ങിയെന്ന്. പക്ഷേ അത് എൻ്റെ വഴിയാണ്, അത് എൻ്റെ വഴിയാണ്. ഇന്ന് പകൽ നീ ഉഴലുന്നുവെന്ന് ലോകം പറയുന്നിടത്ത്, നീ കുടുങ്ങിയെന്ന് ലോകം പറയുന്നിടത്ത്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്. എൻ്റെ സഹോദരങ്ങളെ, പീഹഹിരോത്തിനരികെ സമുദ്രതീരത്ത് മിഗ്ദോലിനും കടലിനും മധ്യേ ചെങ്കുത്തായ 2 പർവ്വതങ്ങളുടെ നടുവിൽ മുമ്പോട്ടുള്ള വഴി കാണാതെ ചെങ്കടലിൻ്റെ തീരത്ത് സ്തബ്ധരായി നിൽക്കുന്ന ജനത്തിൻ്റെ പുറകിൽ ഫറവോന്യ രഥങ്ങളുടെയോ കുതിരകളുടെ കുളമ്പടികളുടെയും ശബ്ദനാദം കേൾക്കുമ്പോൾ അവർ നിന്ന് ഭയപ്പെടുവാൻ തുടങ്ങി. അവരുടെ ഭയപ്പാട് നിലവിളിയാകുവാൻ തുടങ്ങി. ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശേ, ഞാൻ നടത്തുന്ന വഴിയിൽ അവരെന്തിനാ നിലവിളിക്കുന്നത്? എൻ്റെ വഴികളിൽ അവർ ധൈര്യപ്പെടാൻ പറ, എൻ്റെ വഴികളിൽ അവർ ധൈര്യപ്പെടാൻ പറ. മോശ ഇസ്രായേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, 13-14 വാക്യത്തിലേക്ക് വരുമ്പോ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ ഇന്ന് ചെങ്കുത്തായ 2 പർവ്വതങ്ങളുടെയോ വഴിയില്ലാത്ത ചെങ്കടലിൻ്റെയും മുമ്പിലല്ലേ നിൽക്കുന്നത്? നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഉഴലുന്നുവെന്ന് നാട്ടുകാരൊക്കെ പറയോ, നിങ്ങൾ കുടുങ്ങിയെന്ന് നാട്ടുകാർ പറയോ, പക്ഷെ നിങ്ങൾ ഭയപ്പെടരുത്. ഇത് ദൈവത്തിന്റെ വഴിയാണ്, ഇത് ദൈവത്തിന്റെ വഴിയാ. നീ ഭയപ്പെടരുത്. ഇത് ദൈവത്തിന്റെ വഴിയാ, നീ ഭയപ്പെടരുത്. മോശ ജനത്തോട് പറഞ്ഞു, ജനമേ, നീ ദൈവത്തിന്റെ വഴിയിലാ സഞ്ചരിക്കുന്നത്, നീ ഭയപ്പെടരുത്. നീ ഉറച്ചു നിൽക്കണം. മുമ്പിൽ നിനക്ക് വഴിയില്ലെങ്കിലും നീ ഉറച്ചു നിൽക്കണം. ഇടത്തോട്ടും വലത്തോട്ടും നിനക്ക് എസ്കേപ്പ് ആകാൻ ഒരു വഴിയില്ലെങ്കിലോ നീ ഉറച്ചു നിൽക്കണം. ബിക്കോസ് യു ആർ ഇൻ ദ പാത്ത് ഓഫ് ഗോഡ്. ഇന്ന് പകൽ ദൈവത്തിന്റെ വിളി കേട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ദൈവ പൈതലേ, നീ ഉഴലുന്നുവെന്ന് ലോകം പറഞ്ഞാല്, നീ കുടുങ്ങിയെന്ന് ലോകം പറഞ്ഞാല്, നീ അധൈര്യപ്പെടരുത്. നീ ധൈര്യപ്പെട്. കുടുങ്ങിയ ഇടത്ത് പിറകിൽ കേൾക്കുന്ന സൈന്യാരവത്തെ കേട്ടിട്ട് ദൈവം മോശ ഇസ്രായേലിന്റെ അടുക്ക പറഞ്ഞു, നീ ഒരു വഴി കാണുമെന്നല്ല പറഞ്ഞത്, ഇന്ന് കണ്ട മിസ്രൈമ്യരെ നീ ഇനി കാണത്തില്ല. എന്നിട്ട് അടുത്തതായിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ വഴിയിൽ നീ കുടുങ്ങിയാൽ, ദൈവത്തിൻ്റെ വഴിയിൽ നീ ഉഴലുന്ന ഒരവസ്ഥ വന്നാൽ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ വഴിയിൽ നീ സഞ്ചരിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം.
Oh, do not be discouraged in the paths of God. ദൈവത്തിന്റെ വഴികളിൽ നീ അധൈര്യപ്പെടരുത്. ദൈവത്തിന്റെ വഴിയിൽ നീ അധൈര്യപ്പെടരുത്. ദൈവത്തിന്റെ വഴിയിൽ നിന്റെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിന്റെ വഴിയിൽ നിന്റെ മനസ്സ് പതറരുത്. ദൈവത്തിന്റെ വഴിയിൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യോ. ദൈവം മോശയുടെ അടുക്ക പറയാ, മോശേ, അതിന്റെ അടുത്ത വാക്യത്തിൽ 15-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയാ, മോശേ, എൻ്റെ വഴികളിൽ പ്രതികൂലം വരും, എൻ്റെ വഴികളിൽ സമുദ്രം വരും, എൻ്റെ വഴികളിൽ പെരുവെള്ളം വരും, എൻ്റെ വഴികളിൽ ശത്രു നിന്നെ ആക്രമിക്കും, പക്ഷേ നീ നിലവിളിക്കരുത്. എൻ്റെ വഴികളിൽ നീ നടക്കുമ്പോൾ നീ അധൈര്യപ്പെടരുത്, നീ നിലവിളിക്കരുത്. ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ, ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. മോശയുടെ അടുക്കൽ ദൈവം പറയുക, ആമേ, വഴിയറിയാത്ത ആ ചെങ്കടലിൽ നീ മുമ്പോട്ട് പോകാൻ പറ. മോശ വഴിയെടുത്തു നീട്ടി, സമുദ്രത്തിനകത്ത് ദൈവത്തിൻ്റെ വഴി തുറന്നു വന്നോ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വഴികളിൽ നീ അധൈര്യപ്പെടരുത്. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. ദൈവത്തിൻ്റെ വഴി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വഴിയാണ്. ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും പെരുവെള്ളത്തിലുമാണ്. പക്ഷേ അതിനകത്ത് നീ അധൈര്യപ്പെടരുത്. സമുദ്രത്തിലും പെരുവെള്ളത്തിലും ദൈവത്തിൻ്റെ വഴി. പക്ഷേ സമുദ്രത്തിലും പെരുവെള്ളത്തിലും ദൈവം തൻ്റെ വഴി തുറക്കുമ്പോൾ തൻ്റെ ഭക്തനോട് പറയുക, നദികളിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുക, വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. എൻ്റെ സഹോദരങ്ങളെ, സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ മീതെ, കടലിൻ്റെ മീതെ പത്രോസ് ഇറങ്ങി നടക്കാൻ തുടങ്ങി. പക്ഷേ അകത്ത് കിടക്കുന്ന ഭയത്തിനകത്ത് മുങ്ങിത്തുടങ്ങുമ്പോൾ യേശു പത്രോസിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വഴികളിൽ നീ അധൈര്യപ്പെടരുത്. ഈ വഴി പ്രതികൂലമാകൊണ്ട്, ഈ വഴി ഭയപ്പെടുത്തുന്നതാകൊണ്ട് നീ മുങ്ങിപ്പോയാൽ ഞാൻ നിന്നെ കൈവിടത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ വഴിയിൽ നീ അധൈര്യപ്പെടരുത്. ദൈവം നിന്റെ കൈ നീട്ടി നിന്നെ പിടിക്കുക. ഈ വഴിയിൽ നീ മുങ്ങിപ്പോകത്തില്ല. ഈ വഴിയിൽ, സമുദ്ര തുല്യമായ വഴിയിൽ, പെരുവെള്ളത്തിന്റെ വഴിയിൽ ദൈവം നിന്നെ നടത്തിവിടും. പക്ഷേ അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാ. ഹോളി സ്പിരിറ്റ്, അവൻ ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടോ. ബി courageous in the paths of God. ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്. നീ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വഴികളിൽ ഉറച്ചു എന്ന് പറ, എന്നെ കൈവിടാത്ത ഒരു അപ്പൻ എനിക്കുണ്ട്. തിരകൾ എന്റെ നേരെ അലച്ചുയർന്നാൽ, ഞാനതിൽ മുങ്ങുമെന്ന് തോന്നിയാൽ ഇല്ല, എന്നെ കൈപിടിച്ച് ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ വഴികൾ സമുദ്രത്തിൽ, പെരുവെള്ളത്തിൽ. പക്ഷെ അവിടെയും രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, സമുദ്രത്തിൽ ദൈവം നിന്നെ നടത്തിയാലും അവൻ നിന്റെ കൈ പിടിക്കും, നിന്നെ കൈവിടുകയില്ല. മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പീഹഹിരോത്തിൽ ചെങ്കടലിനരികെ നീ പാളയമിറങ്ങി. ഇടത്തും വലത്തും ചെങ്കുത്തായ പർവ്വതം നിന്ന് മുമ്പോട്ട് സഞ്ചരിപ്പാൻ വഴിയില്ലാതെ പുറകിൽ ആർത്തു വിളിക്കുന്ന മിസ്രൈമ്യ സൈന്യത്തിൻ്റെ ആരവം കേട്ടാലും നീ അധൈര്യപ്പെടരുത്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം. ഹോളി സ്പിരിറ്റ്. ഒന്ന്, സമുദ്രത്തിലും പെരുവെള്ളത്തിലും അവൻ്റെ വഴി, അവൻ്റെ വഴികളിൽ ധൈര്യപ്പെടുക. രണ്ട്, ദൈവത്തിൻ്റെ വഴി. ഇതേ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരല്പം കൂടെ സഞ്ചരിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി. ദൈവത്തിൻ്റെ വഴി എവിടെയായിരുന്നു? ദൈവത്തിൻ്റെ വഴി മരുഭൂമിയിലായിരുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും പെരുവെള്ളത്തിലും, അതിൽ അവൻ ധൈര്യപ്പെട്ടു. രണ്ട്, ദൈവത്തിൻ്റെ വഴി മരുഭൂമിയിലായിരുന്നു. അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി എളുപ്പമെന്ന് വരികിലോ അടുത്തതെന്ന് വരികിലോ ദൈവം അതിലെ അവരെ കൊണ്ടുപോയില്ല. മാനുഷിക ബുദ്ധിയിൽ സമീപ പാതകളിൽ കൂടെ ദൈവം അവരെ കൊണ്ടുപോയില്ല. ദൈവം അവരെ കൊണ്ടുപോയില്ല.
ദൈവം അവരെ കൊണ്ടുപോയില്ല. നിന്നെ ദൈവത്തിൻ്റെ വഴികളുടെ ഒരു പ്രത്യേകത, നല്ലതെന്ന് തോന്നുന്ന, അനുകൂലമെന്ന് തോന്നുന്ന, ഗുണകരമെന്ന് തോന്നുന്ന നമ്മുടെ പ്രതീക്ഷയുടെ പല വഴികളും അത് അടഞ്ഞു പോകുക. ദൈവം അതിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വഴികളെ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നീ ആഗ്രഹിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാതെയോ, നീ പ്രതീക്ഷിക്കുന്ന രാജ്യത്തേക്ക് നിനക്ക് പ്രവേശനം ലഭിക്കാതെയോ, നിന്റെ സ്വപ്നങ്ങൾ പളങ്കുപാത്രം പോലെ താഴെ വീണ് ഉടഞ്ഞത് നീ കണ്ടേക്കാം. പക്ഷേ നീ അറിയണം, നീ പ്രതീക്ഷിച്ചതിനെക്കാട്ടില്, നീ ചോദിച്ചതിനെക്കാട്ടില്, നീ നനച്ചതിനെക്കാട്ടില് അത്യന്തം പരമായ വേറെ ഒരു വഴി നിനക്ക് വേണ്ടി കണ്ടതുകൊണ്ടാണ്, നിനക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ടാണ് സ്വർഗം നിന്നോട് അങ്ങനെ ചെയ്തത്. Holy Spirit, Holy Spirit, Holy Spirit. നന്ദി യേശുവേ, രക്തം ജയം. ആമേൻ. ദൈവം ജനത്തെ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തി. മരുഭൂമിയിൽ കൂടെ നേരെ കൊണ്ടുപോയെന്നുമല്ല പറയുന്നത്, മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തി. ദൈവത്തിൻ്റെ വഴികളിൽ അധൈര്യപ്പെടരുത്. കാരണം ആ വഴികൾ ചിലപ്പോൾ മരുഭൂമികളിൽ കൂടെ ആയിരിക്കാം, ആ വഴി ചിലപ്പോൾ ചുറ്റപ്പെടുന്നതായിരിക്കാം, വട്ടം കറങ്ങുന്നതായിരിക്കാം. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വഴികളിൽ ധൈര്യപ്പെട്ടുവെന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന മോവാബുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷെ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പിൻ. ഇത് വാസ്തവത്തിൽ ഒരു പുരാതന സംഭവത്തോട് ചേർത്ത് പഠിക്കേണ്ട ഭാഗമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മോവാബ് രാജാവായ മേശ എന്ന് പറയുന്ന മോവാബ് രാജാവ് താൻ ഇസ്രായേൽ രാജാവിന് 1,00,000 കുഞ്ഞാടുകളുടെയും 1,00,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കമ്പിളിപ്പുതപ്പ് കൊടുക്കുന്ന, ഇങ്ങനെ ആഹാബ് രാജാവിന് കൊണ്ടു കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ പറയുന്നത് രോമമാണ് കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിലേക്ക് വരികയാണ്. യെശയ്യാ 16:1 വീണ്ടും ഈ മോവാബിനെ നോക്കിയിട്ട് പറയുകയാണ്: ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പിൻ. സിയോൻ പുത്രിയുടെ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ ആലയം നിൽക്കുന്നയിടത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കിലേക്ക് സേല എന്ന് പറയുന്നത് മോവാബിനോട് ചേർന്ന് നിൽക്കുന്ന ഏദോമിൻ്റെ തലസ്ഥാനമാണ്. ഏദോമിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ഈ സേലയിൽ നിന്ന്, ഈ പാപത്തിൻ്റെ സേലയിൽ നിന്ന്, ഈ ദൈവകൃപയില്ലാത്ത സേലയിൽ നിന്ന് ഇവൻ സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് ഈ കുഞ്ഞാടുകളെ കൊണ്ടുപോകുന്ന വഴി ഏതാണെന്നറിയാമോ? മരുഭൂമിയിൽ കൂടെ. നമ്മൾ കേൾക്കുമ്പോൾ ഇത് രസകരമായിട്ട് തോന്നും, നല്ല വാക്ചാതുര്യത്തിലാണ് പറയുന്നത്. നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയക്കാം. പക്ഷെ കുഞ്ഞാടുകളെ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യിച്ചാൽ എന്തോ സംഭവിക്കും? ഒറ്റ കുഞ്ഞാട് പോലും സിയോൻ പുത്രിയുടെ പർവ്വതത്തിൽ എത്തിച്ചേരത്തില്ല. മരുഭൂമിയിൽ ഈ കുഞ്ഞാടുകൾ എന്ത് ചെയ്യും? തളർന്നു വീണ് ചത്തുപോകും. എന്നാൽ ഈ മരുഭൂമിയെ തുറന്നിട്ടിട്ട് ദൈവം പറയുക, ദേശാധിപതിക്കുള്ള കുഞ്ഞാടുകൾ മരുഭൂമിയിൽ കൂടെ കയറി വരട്ടെ. ഏദോമിൻ്റെ പർവ്വതത്തിൽ നിന്ന്, ഏദോമിൻ്റെ ഗിരിമുകളിൽ നിന്ന് മരുഭൂമിയുടെ കൂടെ സിയോന്റെ ഗിരിമുകളിലേക്ക് ഇവൻ കയറി വരട്ടെ. ഇന്ന് പകൽ ദൈവത്തിന് സുഗ്രാഹ്യ വാസനയാകുവാൻ ആമേൻ ചില കുഞ്ഞാടുകളെ ദൈവം മരുഭൂമിയിൽ കൂടി നടത്തും. ലോകത്തിൽ ആർക്കെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? സേലയിൽ നിന്ന് കുഞ്ഞാടുകൾ മരുഭൂമി വഴി സിയോൻ പർവ്വതത്തിൽ പോകുമെന്ന്? ഇല്ല. മാനുഷിക ബുദ്ധിയിൽ ഈ കുഞ്ഞാടുകൾ സേലയിൽ വീണ് ചത്തൊടുങ്ങത്തേ ഉള്ളൂ, ഈ മരുഭൂമിയിൽ വീണ് ചത്തൊടുങ്ങത്തേ ഉള്ളൂ. പക്ഷെ ദൈവം ചലഞ്ച് പറഞ്ഞു, ഈ മരുഭൂമിയിൽ കൂടെ എൻ്റെ കുഞ്ഞാടുകളെ ഞാൻ സിയോൻ പർവ്വതത്തിൽ എത്തിക്കാം. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നീ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രതിസന്ധി നിന്റേതല്ല, വെല്ലുവിളി ദൈവത്തിൻ്റെതാണ്. The challenge is not yours, but it's of God. നിന്നെ ഈ മരുഭൂമിയിൽ കൂടെ സിയോനിൽ എത്തിക്കുമെന്നുള്ളത്, ദൈവ നഗരത്തിൽ എത്തിക്കുമെന്നുള്ളത്, അത് ദൈവത്തിന്റെ ചലഞ്ചാണ്.
അഗ്നിസർപ്പവും തേളുകളുമുള്ള മരുഭൂമിയിൽ കൂടെ ഞാൻ കുഞ്ഞാടുകളെ സിയോൻ പർവ്വതത്തിൽ എത്തിക്കാം. ചുട്ടുപൊള്ളുന്ന മണലാരണ്യം നിറഞ്ഞു കിടക്കുന്ന ഈ മരുഭൂമിയിൽ കൂടെ എനിക്ക് കാഴ്ച വരേണ്ടിയ, എനിക്ക് അവകാശമായ കുഞ്ഞാടുകളെ ഞാൻ സിയോൻ പർവ്വതത്തിൽ എത്തിക്കും. എന്നെ ചലഞ്ചാ ദൈവം വെക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഉലകത്തിൽ ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? സ്തോത്രം. ഇന്ത്യയിൽ നിന്നൊരു കണ്ടെയ്നർ ചൈനയ്ക്ക് പോകണമെങ്കിൽ എത്രയും സുരക്ഷിതമായിട്ടാണ് കയറ്റിവിടുന്നത്. ഇന്ത്യയിൽ നിന്നൊരു കണ്ടെയ്നർ ദുബായിക്ക് പോകണമെങ്കിൽ എത്രയും സുരക്ഷിതമായിട്ടാണ് കയറ്റിവിടുന്നത്. അത് കൺസൈൻമെൻറ്റ് കൊടുക്കുന്നയാൾക്കും റിസീവറിനും ഒരുപോലെയുള്ളതാണ്. പക്ഷേ കർത്താവ് പറയുക, എനിക്ക് വരേണ്ടിയ കുഞ്ഞാടുകളെ നിങ്ങളങ്ങനെ കംഫർട്ട് വണ്ടിക്കകത്തൊന്നും കയറ്റിവിടണ്ട, നിങ്ങളങ്ങനെ ശീതീകരിച്ച AC വണ്ടിക്കകത്തൊന്നും കയറ്റിവിടണ്ട. എനിക്കുള്ള കുഞ്ഞാടുകളെ മരുഭൂമിയിൽ കൂടെ കൊടുത്തു വിട്ടേര്. മരുഭൂമിയുടെ മണലാരണ്യത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ, പ്രതികൂലത്തിൽ തള്ളപ്പെട്ടു പോകാതെ ഞാനിങ്ങ് പിടിച്ചോളാം. ഓ ലമഹസിയ റഹസരാദര റിബര ഹസ പ്രവാരിയ ലോകജാര ഘടക സബപ്രൗഡോ നമഹത്യാജര രേഗബ പ്രവാസിയ ഹോലി സ്പിരിറ്റ് അബഹറ ഹസ്യ ഥരാദിയ. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ മോശ ഫറവോനോട് പറയുക, ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് പറയുക, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ 3 ദിവസം മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കണമെന്ന്. 3 ദിവസം മരുഭൂമിയിൽ സഞ്ചരിച്ചാലേ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, നീ ആരാധനയുടെ നിറവ് കാണുവാൻ, നീ സ്വർഗത്തിൽ ചെന്ന് ആരാധിക്കുവാൻ നീ ചില മരുഭൂമികളിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരും. പക്ഷേ ആ മരുഭൂമിയിൽ നീ അധൈര്യപ്പെടരുത്. മോശ ഫറവോന്റെ അടുക്ക പറഞ്ഞത്, 3 ദിവസം പോയ മരുഭൂമിയിൽ സഞ്ചരിച്ചാൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിയുമെന്ന്. പക്ഷെ വാസ്തവത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? 3 ദിവസമല്ല, 30 വർഷവുമല്ല, 40 സംവത്സര ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടെ നടത്തി വാഗ്ദത്ത കനാനിൽ എത്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, എന്നെ ആരാധിക്കാൻ പുറപ്പെട്ട ദൈവജന മരുഭൂമിയിൽ അലയാൻ ഞാൻ വിടത്തില്ല. എന്റെ വഴി മരുഭൂമിയിലാണ്, പക്ഷേ ഞാൻ അവനെ മഹത്വത്തിൽ കൊണ്ടെത്തിക്കും. എൻ്റെ സഹോദരങ്ങളെ, മോശ ഫറവോന്റെ അടുക്കൽ എന്താ പറഞ്ഞെന്നറിയാവോ? ദൈവത്തിൻ്റെ ജനത്തെ എന്തിനു വിട്ടയക്കണം? ആരാധിക്കാൻ വിട്ടയക്കണം. പക്ഷെ വാസ്തവത്തിൽ ഇവർ ആരാധിക്കാനാണോ പോകുന്നേ? അല്ല, ആരാധിക്കാൻ പോകുന്നവൻ വാസ്തവത്തിൽ വാഗ്ദത്തത്തിലേക്കാണ് പോകുന്നത്. ആരാധിക്കാൻ പോകുന്നവൻ വാസ്തവത്തിൽ അവകാശത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് പകൽ ഞാൻ അതിൽ നിന്നൊരു മർമ്മം നിങ്ങളോട് പറയാം. ആരാധിക്കാൻ പുറപ്പെടുന്നവൻ ആരാധിച്ചിട്ട് തിരികെ മിസ്രൈമിൽ പോകത്തില്ല. ആരാധിക്കാൻ ഇറങ്ങിയവൻ ആരാധിച്ച് വാഗ്ദത്തത്തിൽ കയറും. അവൻ കനാനിൽ കയറും. അവൻ വാഗ്ദത്തത്തെ തൊടും. അവൻ അവകാശത്തെ തൊടും. അവൻ 7 ജാതികളെയും 31 രാജാക്കന്മാരെയും കീഴടക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നീ ആരാധിക്കാൻ ഇറങ്ങിയവനാണെങ്കിൽ ദൈവം നിന്നെ അവകാശത്തിൽ കൊണ്ടെത്തിക്കും. നീ ആരാധിക്കാൻ ഇറങ്ങിയവളാണെങ്കിൽ ദൈവം നിന്നെ ദേശത്ത് കൊണ്ടെത്തിക്കും. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ട് ദൈവ പൈതലെ, നിന്റെ ആരാധനയുടെ പിമ്പിൽ ഒരു വാഗ്ദത്തമുണ്ട്. നീ ഇറങ്ങിയത് ആരാധിക്കാനാ, പക്ഷെ ദൈവം നിന്നെ വിളിച്ചിറങ്ങിയത് ഒരു വാഗ്ദത്തത്തിലേക്ക് കണക്ട് ചെയ്യാനാ. നീ ഇറങ്ങിയത് ആരാധിക്കാനാ, പക്ഷെ ദൈവം നിന്നെ പിടിച്ചിറക്കിയത് ഒരു ദേശം കൈവശമാക്കാനാ. നീ ഇറങ്ങിയത് ആരാധിക്കാനാ, പക്ഷേ നിന്റെ ദൈവം നിന്റെ കരം പിടിച്ചിരിക്കുന്നത് ഒരു കനാനിലേക്ക്. യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടു. യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടു. യഹോവയുടെ വഴി മരുഭൂമിയിലാണ്. എൻ്റെ സഹോദരങ്ങളെ, മരുഭൂമിയുടെ ഒരനുഭവം ഞാൻ പറയാം. യെശയ്യാ പ്രവചനം 35-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, അത് മരുഭൂമിയിൽ ദൈവം തുറക്കുന്ന വഴിയാണ്. അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മരീചിക ഒരു പൊയ്കയായി, വരണ്ട നിലം നീരുറവകളായി തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്തു തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും.
അവിടെ പറയുകയാണ് കുറുക്കന്മാരുടെ സ്ഥലം. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുക 8-ാം വാക്യത്തിൽ, അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. മരുഭൂമിയിൽ ദൈവം ഒരു വഴി തുറക്കും എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ കുറുക്കന്മാര് കിടന്നിടത്ത്, ഇന്നലകളിൽ മരീചിക കിടന്നിടത്ത്, ഇന്നലകളിൽ അർത്ഥന ജപാരക പ്രൗഢഭാര്യ അർത്ഥന ജഗന്ധന രിഗജപ പ്രൗഢഭാര്യ. ഇതാ ദൈവം ചിലരെ മരുഭൂമിയിൽ കൂടെ പുഷ് ചെയ്യുന്നു. ഇതാ മരുഭൂമിയിൽ കൂടെ, മരുഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് മരീചികയാ. നമുക്കറിയാം മരുഭൂമിയിലെ മരീചിക ഒത്തിരി പ്രതീക്ഷ തരും. ഉഷ്ണത്തിൻ്റെ മണലാരണ്യത്തിൽ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നിൽക്കുമ്പോൾ ഒരു മരീചിക കണ്ടാൽ നമുക്ക് എന്ത് തോന്നുന്നറിയാമോ? അവിടെ വെള്ളമുണ്ട്, അവിടെ വെള്ളമുണ്ട്. ജൂൺ മാസത്തിൽ വിടുതലുണ്ട്, ജൂലൈ മാസത്തിൽ വിടുതലുണ്ട്, ഓഗസ്റ്റ് മാസത്തിൽ വിടുതലുണ്ട്, സെപ്റ്റംബറിൽ വിടുതലുണ്ട്, ഒക്ടോബറിൽ വിടുതലുണ്ട്. ഓരോ മാസം കഴിയുമ്പോഴും മരീചിക എങ്ങോട്ട് പോകുമോ? പിന്നെയും അപ്പുറത്തോട്ട് പോയി നിൽക്കോ. പക്ഷെ കർത്താവ് പറയുക, മരീചിക നിന്ന മരുഭൂമിയിൽ ഞാൻ എൻ്റെ ജനത്തെ നടത്തോ. പക്ഷേ മരീചിക കണ്ടയിടത്ത് ഞാനൊരു പൊയ്കയെ തുറക്കോ. മരീചിക കണ്ടയിടത്ത് ഞാനൊരു മറുപടിയെ നൽകോ. ഇന്ന് പകൽ നിന്റെ മരുഭൂമിയിൽ നീ അധൈര്യപ്പെടരുത്. നീ മരീചിക കണ്ടിടത്ത് ദൈവത്തിന്റെ മറുപടി കാണും. മരീചിക ഒരു പൊയ്കയാകും. വരണ്ട നിലത്ത് നീരുറവുകൾ പുറപ്പെടും. അടുത്ത ഭാഗത്ത് പറയുക, കുറുക്കന്മാര് കിടന്നില്ലേ, ആ കുറുക്കന്മാര് കിടന്ന സ്ഥലത്ത് ഞാൻ ഒരു വഴിയെ തുറക്കും. എന്നിട്ട് എൻ്റെ ജനത്തെ അതുവഴിയിൽ കൂടെ നടത്തും. ഇന്ന് പകൽക്കാലം ഇന്നലകളിൽ കുറുക്കന്മാര് കിടന്ന, ഇന്നലകളിൽ ഒത്തിരി പേരെ പട്ടുപോയ, ഇന്നലകളിൽ ഒത്തിരി പേരെ പറിച്ചു കീറി തിന്ന, ഇന്നലകളിൽ ഒത്തിരി പേരെ വഞ്ചിച്ച സ്ഥലത്തുകൂടെ ദൈവം നിന്നെ നടത്തും. ദൈവം നിന്നെ നടത്തും. പക്ഷേ ദൈവം നിന്നെ ആ വഴിയിൽ കൂടി നടത്തുമ്പോൾ ആ റൂട്ടിന്റെ പേര് മാറും. 8-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാക്കുക. ആ പ്രതിസന്ധിക്കകത്തുകൂടെ ഞാൻ എൻ്റെ ജനത്തെ നടത്തും. പിന്നെ ആ വഴിയുടെ പേര് പ്രതിസന്ധിയുടെ വഴിയെന്നല്ല, പോരാട്ടത്തിന്റെ വഴിയെന്നല്ല, എൻ്റെ വിശുദ്ധന്മാരുടെ വഴി, എൻ്റെ അഭിഷക്തന്മാരുടെ വഴി, എൻ്റെ അപ്പോസ്തലന്മാരുടെ വഴി, എൻ്റെ പ്രവാചകന്മാരുടെ വഴി, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജനത്തിന്റെ വഴി. ഞാൻ അവരോട് കൂടെ ഇരിക്കാം. ദൈവത്തിന്റെ വഴികളിൽ നീ അധൈര്യപ്പെടരുത്. നീ നടക്കുന്ന വഴി നിന്നെ കൊണ്ട് ദൈവം പേര് മാറ്റിക്കോ. നീ നടക്കുന്ന വഴിയിൽ നിന്റെ കാലടി വെക്കുന്ന ഇടത്ത് പേര് മാറുമെന്നേ. കുറുക്കന്റെ കിടപ്പിടം അത് വിശുദ്ധ വഴിയെന്ന് പേര് മാറും. ദൈവത്തിന്റെ വഴിയിൽ നീ അധൈര്യപ്പെടരുത്. അത് മരുഭൂമിയുടെ വഴിയാ. പക്ഷേ അവിടെ പറയുകയാണ്, he shall be with them. അവൻ അവരോടുകൂടെ ഇരിക്കും. മരുഭൂമിയിൽ നീ അധൈര്യപ്പെടരുത്. മരുഭൂമിയിൽ കൂടെ ദൈവം നിന്നെ നടത്തും. നീ അധൈര്യപ്പെടരുത്. അവൻ അവരോട് കൂടെ ഇരിക്കും. മരുഭൂമിയിൽ നീ അധൈര്യപ്പെടരുത്. 3 ദിവസം മരുഭൂമിയിൽ പോയി ആരാധിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ 3 ദിവസം പോയിട്ട് അവർ ആരാധിച്ചു എന്ന് പറഞ്ഞാലേ വെറുതെ ആരാധിക്കുകയല്ല. ഇസ്രായേൽ ചെങ്കടൽ കടന്ന് 3 ദിവസം വെള്ളം കിട്ടാതെ നടന്നു. 3-ാമത്തെ ദിവസം അവർ മാറായിലെത്തി. മാറ മധുരമായി തീർന്നു. മോശ പറഞ്ഞു 3-ാമത്തെ ദിവസം ഞങ്ങൾ ആരാധിക്കുമെന്ന്. മോശ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ദൈവം ഇപ്പുറത്ത് എഴുതിയിട്ടോ, 3-ാമത്തെ ദിവസം ഞാൻ അവനൊരു അത്ഭുതം കാണിക്കോ. 3-ാമത്തെ ദിവസം ഞാൻ അവന്റെ മാറയെ മധുരമാക്കോ. 3-ാമത്തെ ദിവസം I shall show him a miracle. ഇന്ന് പകൽ നീ ആരാധിക്കുമെന്ന് പറയുന്നിടത്ത് ദൈവം തന്റെ അത്ഭുതങ്ങളെ തുറക്കും. അല്ലുകെട്ടി നിൽക്കുന്ന പൈശാചിക പോരുകളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ.
സമുദ്രത്തിലും പെരുവെള്ളത്തിലും അവൻ നിന്നെ നടത്തും. നീ അധൈര്യപ്പെടരുത്. മരുഭൂമിയിൽ അവൻ നിന്നെ നടത്തും. നീ അധൈര്യപ്പെടരുത്. ജീസസ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് കൊല്ലപ്പെട്ടു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചെതറിപ്പോയവരെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിലുപയോഗിക്കപ്പെട്ട ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഈ ഫിലിപ്പോസ് ശമര്യയിൽ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഫിലിപ്പോസ് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിച്ചു. താൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഭയങ്കരമായ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു പ്രീച്ചർ എന്നുള്ള ലെവലിൽ നിന്ന് ഒരു അനോയിൻറ്റഡ് ലെവലിൽ താൻ വീര്യപ്രവർത്തികൾ, കൃപാവരങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. വീണ്ടും 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മിനിസ്ട്രി ഒരു മിറക്കിൾ മിനിസ്ട്രിക്ക് അപ്പുറമായിട്ട് ഒരു അതോറിറ്റേറ്റീവ് മിനിസ്ട്രിയായി ഭൂതങ്ങളുടെ മേൽ ഭൂതങ്ങളുടെ മേൽ, രോഗങ്ങളുടെ മേൽ അധികാരമെടുക്കുന്ന ഒരു ശുശ്രൂഷയായി താൻ മാറി. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്ര, താൻ പട്ടണത്തെ മുഴുവനും മാറ്റിമറിക്കുകയാണ്. പട്ടണത്തെ മുഴുവനും മാറ്റിമറിക്കുകയാണ്. വീണ്ടും 12-13 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മന്ത്രവാദികൾ പോലും ഫിലിപ്പോസിനുമായി കണക്റ്റായി നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെ കണക്റ്റായി ശമരിയ പട്ടണം മുഴുവനും ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പട്ടണത്തിലെ മന്ത്രവാദികൾ പോലെ ശിമോന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് ഫിലിപ്പോസിന്റെ ചെവിയിൽ പറഞ്ഞു, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കണോ. 26-ാം വാക്യം, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കണോ. ഈ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ പട്ടണം ഇളക്കിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയാ, ഞാനൊരു പുതിയ വഴി നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. തെക്കോട്ട് നിന്നെ കൊണ്ടുപോകാൻ പോകുക. തെക്കോട്ട് നിന്നെ കൊണ്ടുപോകാൻ പറയാ. ഒരു യഹൂദനെ സംബന്ധിച്ച് വടക്കോട്ടുള്ള യാത്രയാണ് അവൻ്റെ പ്രധാനമായ യാത്ര. കിഴക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യുന്നതാണ് അവൻ്റെ ജീവിതത്തിന്റെ നന്മ. പക്ഷെ ദൈവം പറയുക, നിന്നെ ഞാൻ തെക്കോട്ട് നടത്താൻ പോവുകയാ. യെരൂശലേമിൽ നിന്ന് നീ അകന്നു, നീ തെക്കോട്ട് പോ. ആ വഴി നിർജ്ജനമായിരിക്കുക, ആരും ആശ്രയിപ്പാനില്ലാത്ത ഒറ്റപ്പെടലിന്റെ ഒരു വഴിയിലേക്ക് ഞാൻ നിന്നെ നടത്താൻ പോവുകയാ. ഫിലിപ്പോസ് ദൈവത്തിന്റെ വഴിയിൽ ധൈര്യപ്പെട്ടോ. ഫിലിപ്പോസ് ദൈവത്തിന്റെ വഴിയിൽ ധൈര്യപ്പെട്ടോ. എൻ്റെ സഹോദരങ്ങളെ, ഫിലിപ്പോസ് നിർജ്ജന വഴിയിലൂടെ ഏറെ നേരം സഞ്ചരിച്ചു പോകുമ്പോൾ അവനൊരു തേര് കണ്ടോ. നടന്നു പോകുന്ന മനുഷ്യനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞോ, നീ ഇനി നടന്നാ പോരാ, നീ ആ തേരിനോട് ചേർന്ന് ഓടാൻ പറഞ്ഞോ. അവിടെയോ സ്തോത്ര, ഫിലിപ്പോസ് ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടോ. അടുത്തത് നിങ്ങൾക്കറിയാം, ഫിലിപ്പോസ് ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടത് കൊണ്ട് അടുത്തത് ഫിലിപ്പോസിനെ കൊണ്ട് ദൈവ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെ സ്നാനപ്പെടുത്തി. അതിനനന്തരം ആത്മാവ് തന്നെ എടുത്തുകൊണ്ടുപോയി. അതിന് അടുത്തത് പറഞ്ഞത്, പിന്നെ ഫിലിപ്പോസിനെ അസ്തോദിൽ കണ്ടോ എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികളുടെ കുടിയിരിപ്പ് കേന്ദ്രങ്ങളിലേക്ക് ഫിലിപ്പോസിനെ കൊണ്ടുപോവുകയാ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ശമരിയ പട്ടണത്തിലെ മിറക്കിൾ മിനിസ്ട്രിയിൽ സ്തോത്ര, ശമരിയ പട്ടണത്തിലെ ക്രൂസൈഡിനകത്ത് ഫിലിപ്പോസിനെ ദൈവത്തിന് കുറച്ചും കൂടെ നിർത്തിക്കൂടായിരുന്നോ? പോരാ, ദൈവത്തിന് അവന്റെ മുമ്പിൽ ചില അടുത്ത ലെവലുകൾ, അടുത്ത തലങ്ങൾ, അടുത്ത സെക്ഷനുകൾ ഉള്ളത് കൊണ്ട് ദൈവം എന്ത് ചെയ്തോ, അവിടെ നിന്നൊരു ഒറ്റയടി പാതയിലേക്ക്, ഒരു ഏകാന്ത പാതയിലേക്ക്, ഒരു സങ്കടത്തിന്റെ നിർജ്ജന വഴിയിൽ കൂടെ ഹോളി സ്പിരിറ്റ്, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ശുശ്രൂഷ കത്തി നിൽക്കുമ്പോൾ ചില നിർജ്ജന വഴിയിലേക്ക് ദൈവം വലിച്ചോണ്ട് പോകാം. അഭിഷേകത്തിൽ കത്തി നിന്ന് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഇടത്തു തന്നെ പെട്ടെന്ന് ദൈവം ഒരു നിർജ്ജന വഴിയിലേക്ക് പിടിച്ചോണ്ട് പോകാം. അധൈര്യപ്പെടരുത്, ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെടണം. ദൈവത്തിന് നിന്നെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ കഴിയുന്ന വേറെ എന്തോ ചിലതിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ഫിലിപ്പോസേ, നിന്നെ ദൈവം നിർജ്ജന വഴിയിൽ നടത്തുന്നെങ്കിൽ നിന്റെ മിനിസ്ട്രിക്ക് അടുത്ത ഒരു ലെവലുണ്ട്.
ഹസബര ഹഡനഗജ അരജനമര ജുനവാദിക ശബരം പ്രഭനാദിയ അർദ്ധന ജഗം പ്രൗഢഭാനിയ. ശമര്യ പട്ടണത്തിലെ ക്രൂസൈഡ് വിട്ടിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഫിലിപ്പോസിനെ കണ്ടിട്ട് അവിടെയുള്ളവർ പറഞ്ഞു കാണും, ഇതുപോലെ വട്ടൻ ലോകത്തുണ്ടോ എന്ന്. പക്ഷേ ഫിലിപ്പോസ് ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടോ. ഫിലിപ്പോസ് ഒറ്റയടി പാതയിൽ കൂടി നടക്കുന്നത് കണ്ടിട്ട് പിശാചുക്കൾ ഇപ്പുറത്ത് നിന്ന് ഫിലിപ്പോസിന്റെ ചെവി പറഞ്ഞു കാണോ, ഇന്നലെ എന്തൊരു പ്രസംഗമായിരുന്നു, ഇന്നലെ എന്തൊരു പാട്ടായിരുന്നു, ഇന്നലെ എന്തൊരു ആരാധനയായിരുന്നു, ഇന്നലെ എന്തൊരു ചാട്ടമായിരുന്നു. എന്നിട്ട് ദാണ്ട് കിടക്കുന്നിപ്പോ. പക്ഷെ ഫിലിപ്പോസ് അവിടെയോ ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടോ. ഫിലിപ്പോസിന് അറിയാമായിരുന്നു, എന്റെ ദൈവം എന്നെ ഒന്ന് നടത്തിയാൽ എന്റെ ദൈവത്തിന്റെ വഴികൾ അത് തികവുള്ളതാണ്. ഇന്ന് പകൽ എവിടെയോ ദൈവം നിന്നെ ഒന്ന് ബ്രേക്ക് ഇടുമ്പോൾ, എവിടെയോ ദൈവം നിന്നെ ഒന്ന് ഒതുക്കുമ്പോ, എവിടെയോ ദൈവം നിന്നെ ഒന്ന് ഞെരുക്കുമ്പോ എല്ലാം തീർന്നെന്ന് പിശാച് പറയോ. പക്ഷേ നീ നിന്റെ ലൈഫിന്റെ അടുത്ത ലെവലിലേക്ക് നിർജ്ജന വഴികൾക്കപ്പുറം ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നീ നിർജ്ജന വഴികളിൽ നടന്നാൽ നാളെ ആത്മാവ് നിന്നെ എടുത്തോണ്ട് പോകും. എന്തിനാ കർത്താവേ നിർജ്ജന വഴിയിൽ? നീ ദൈവത്തിൻ്റെ നിർജ്ജന വഴികളിൽ അധൈര്യപ്പെടരുത്. ഞാൻ ആവർത്തിക്കട്ടെ, നീ ദൈവത്തിൻ്റെ നിർജ്ജന വഴികളിൽ അധൈര്യപ്പെടരുത്. ജീവിതത്തിൽ ദൈവം നടത്തുന്ന ചില വഴികളൊക്കെ എങ്ങും എത്താത്തതുപോലെ തോന്നും. ദൈവം നടത്തുന്ന ചില വഴികളൊക്കെ നമുക്ക് സംശയം തോന്നും, വാസ്തവത്തിൽ ദൈവശബ്ദം തന്നെ അല്ലയോ ഞാൻ കേട്ടതെന്ന്. ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശേ ഫറവോന്റെ അടുക്ക ചെന്നിട്ട് പറയണം, എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പറയണം. മോശ എന്ന് ഫറവോന്റെ അടുക്ക പറഞ്ഞു വിട്ടയക്കണം. ഫറവോൻ എന്തോ ചെയ്തെന്നറിയാമോ? പണിയില്ലാത്തതിനെ ഇവനൊക്കെ പള്ളി പോകണമെന്ന് പറയുന്നത് ഓവർ ടൈം കൊടുക്കാൻ പറഞ്ഞു. വൈക്കോല് തരത്തില്ല, വേണമെങ്കിൽ പോയി എടുത്തോളാൻ പറഞ്ഞു. ജനം വലിയ കഷ്ടതയിലായി. ഊഴിയവിചാരകന്മാരാക്കിയിരുന്ന ഇസ്രായേലിയ പ്രമാണികൾ ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്നലെ വരെ വൈക്കോല് തന്നുകൊണ്ടിരുന്നയാ, ഇപ്പം എന്താ സാറ് വൈക്കോല് നിർത്തിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങളുടെ 2 പുള്ളികൾ ഇവിടെ വന്നായിരുന്നു, വന്ന് ഞങ്ങളുടെ മന്ത്രവാദികളുടെ വടിയൊക്കെ എടുത്ത് വിഴുങ്ങിയിട്ട് അവന്മാർ പോയത്. അത്ര അഭ്യാസം ഇവിടെ കാണിച്ചെങ്കിലേ ഏതായിരുന്നാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. മെനക്കേടുണ്ടാക്കാതെ പോയി ഇരട്ടിപ്പണി ചെയ്യാൻ പറഞ്ഞു. അവർ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശ അഹരോനും വഴി നിൽക്കുക. അവർ വന്ന് മോശയുടെ അഹരോൻ്റെ അടുക്കൽ, ആരാണെന്നറിയാവോ? ഇസ്രായേല്യർ വന്ന് മോശയുടെ അഹരോൻ്റെ അടുക്ക പറയാ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ഞങ്ങളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോരുന്നതാണ്, നിങ്ങളേതാണ്ട് വെളിപ്പാടും ദർശനവും ഒക്കെ കണ്ടെന്ന് പറഞ്ഞ് വെറുതെ വന്ന് ഞങ്ങളുടെ കഞ്ഞി പാറ്റയിട്ടിട്ട് പോയി. മോശ ദൈവത്തിൻ്റെ അടുക്കൽ ആശങ്കപ്പെട്ട്, കർത്താവേ 40 വർഷം മുമ്പ് ഇതുപോലെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ നേരെ വിരൽ ചൂണ്ടിയപ്പോഴാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നീ പറഞ്ഞിട്ടാ പിന്നെ 40 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടേക്ക് വന്നത്. അതാണ്ട് പിന്നെ ഇവരെല്ലാം കൂടെ എനിക്കെതിരെ വേണ്ടാതിനും പറയുന്നത്, ഞാൻ എന്തു വേണം? പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വന്ന് അതിൻ്റെ 22-ാം വാക്യത്തിൽ, പുറപ്പാട് 5-ന്റെ 22-ൽ മോശ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഈ ജനത്തിന് നീ ദോഷം വരുത്തുന്നത് എന്താ? നീ എന്നെ എന്തിനാ അയച്ചേ? നീ എന്തിനാ എന്നെ അയച്ചേ? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിന്റെ ജനത്തെ നീ വിടിവിച്ചതുമില്ല. സംടൈംസ് the paths of God may seems as failure. ദൈവത്തിൻ്റെ പാതകൾ ചിലപ്പോൾ പരാജയത്തിൻ്റെ പാതകളായി തോന്നും. ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, മോശേ ഞാനല്ലേ നിന്നെ അയച്ചേ, നീ ടെൻഷനാകാതിരി, ഞാൻ വലിയ കാര്യങ്ങൾ കാണിക്കാൻ പോവുക. തുടർന്ന് അങ്ങോട്ട് 10 ബാധകൾ മിസ്രൈമിൻ്റെ മണ്ണിൽ അടിച്ച് തകർക്കുമ്പോൾ മോശ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, യഹോവയുടെ വഴികൾ
തികവുള്ളത്. ജീവിതത്തിൽ ദൈവം നിന്നെ അയക്കുന്ന ചില വഴികളിൽ നീ അധൈര്യപ്പെട്ടു പോകത്തക്കവണ്ണം പ്രതികൂലങ്ങൾ തിരിച്ചടിച്ചേക്കാം, പരാജയങ്ങൾ തിരിച്ചടിച്ചേക്കാം. പക്ഷെ നീ അധൈര്യപ്പെടരുത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ സഹോദരങ്ങളെ. കർത്താവിൻ്റെ വഴികളിൽ നമുക്ക് ധൈര്യപ്പെടണം. അവൻ്റെ വഴികൾ ചിലപ്പോൾ സമുദ്രത്തിലായിരിക്കും, പക്ഷെ നമ്മൾ ധൈര്യപ്പെടണം. മരുഭൂമിയിലായിരിക്കും, നമ്മൾ ധൈര്യപ്പെടണം. ഈ നിർജ്ജന പ്രദേശം പോലെ തോന്നിയേക്കും, ധൈര്യപ്പെടണം. ചിലപ്പോൾ ആ വഴികളൊക്കെ മണ്ടത്തരവായെന്ന് തോന്നും, പക്ഷെ ധൈര്യപ്പെടണം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരാം. യേശു കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ പോവുക. യേശു ശിഷ്യന്മാരെയൊക്കെ അരികെ വിളിച്ചിട്ട് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടുവെന്ന് ശിഷ്യന്മാരും വിശുദ്ധന്മാരും അല്ലാതെ ആരും വിശ്വസിക്കുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പീലാത്തോസിനോ കയ്യഫാവിനോ ഹന്നാവിനോ ആർക്കും പോയി പ്രത്യക്ഷനായില്ല. ആർക്ക് മാത്രമേ പ്രത്യക്ഷനായുള്ളൂ? വിശുദ്ധന്മാർക്ക് മാത്രമേ പ്രത്യക്ഷനായുള്ളൂ. ഇതൊരു വല്ലാത്തൊരു ട്രാപ്പാണ് വാസ്തവത്തിൽ. യേശു കർത്താവിൻ്റെ കല്ലറ തുറന്നു. പിറ്റേന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു വരുത്തി എല്ലാവരുടെയും അടുക്കലും പറഞ്ഞു, ഇന്നലെ രാത്രി റോമ പട്ടാളക്കാരുടെ മുഖത്ത് ഏതോ മരുന്നടിച്ച് അവരെ മയക്കി കിടത്തിയിട്ട് കടാകടിയന്മാരായ ആ 10 ശിഷ്യന്മാരെന്ന് പറയുന്ന കള്ളന്മാര് ആ ശരീരത്തെ എന്ത് ചെയ്തു? മോട്ടിച്ചുകൊണ്ടുപോയി. 1-ാം പ്രതി പത്രോസ്, 2-ാം പ്രതി യോഹന്നാൻ, 3-ാം പ്രതി യാക്കോബ്, 4-ാം പ്രതി അന്ത്രയാസ്, 5-ാം പ്രതി മത്തായി, 10 ശിഷ്യന്മാരെയും പ്രതി ചേർത്ത് പ്രതിപ്പട്ടിക ഇറക്കി. യേശുവിനൊരല്പമെങ്കിലും കരുണയുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ അടുക്കൽ എന്തു പറയായിരുന്നു? മക്കളെ, ഉള്ള സമയത്ത് നീ എവിടെയും പോയി രക്ഷപ്പെട്ടോ. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? യെരൂശലേമിലേക്ക് വന്നാൽ മതി. എന്നിട്ട് യേശു ഇപ്പം എന്ത് ചെയ്യാന്നറിയാവോ? ആർക്കും പിടിക്കാൻ പറ്റാതെ വേണം സ്വർഗത്തിലേക്ക് കയറിപ്പോവുക. സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന യേശു പോകാൻ നേരം ശിഷ്യന്മാരുടെ അടുക്ക പറയാം, നിങ്ങളെങ്ങോട്ടും പോകല്ലോ കേട്ടോ, നിങ്ങൾ യെരൂശലേമിൽ തന്നെ ഇരുന്നോണമെന്ന്. നമ്മളായിരുന്നെങ്കിൽ അന്ന് രാത്രി പറഞ്ഞേനെ, നമുക്ക് 8ന്റെ പണിയാണല്ലോ അവിടെ തന്നിട്ട് പോയെ. പുള്ളിക്കാരൻ തണ്ട് മേഘത്തിൽ കയറി മേപ്പോട്ടങ്ങ് പോയി, നാട് വിട്ടു. ഇനി മഷിയിട്ട് നോക്കിയാൽ കർത്താവിനെ കാണത്തില്ല. ഇനി ഉലകത്തിലെ സകല സൈന്യം കൂടെ വന്നാലും കർത്താവിനെ പിടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മളെ താണ്ട് ഇരുന്നോ, യെരൂശലേമിൽ പോയി ഇരുന്നോ. ഹന്നാവും കയ്യഫാവും പീലാത്തോസും ഹെരോദാവും പരീശന്മാരും സദൂക്യരും സകലരും ഇളകി നിൽക്കുക. ആരെ പിടിക്കാൻ? ഈ 10 എണ്ണത്തെ പിടിക്കാൻ, ഈ 11 എണ്ണത്തെ പിടിക്കാൻ. കർത്താവ് അവരുടെ അടുക്ക് പറഞ്ഞു, നിങ്ങളെ പിടിക്കാൻ അവരെങ്ങും അന്വേഷിച്ചു പോകണ്ട, നിങ്ങൾ യെരൂശലേമിൽ തന്നെ ഇരുന്നോ. ഇതിനേക്കാൾ നല്ലത് കർത്താവ് പോകുന്നതിന് മുമ്പ് ഈ 10 പേരെയും കൂടെ കൊണ്ടുപോയി അടുത്ത പോലീസ് സ്റ്റേഷനിൽ അങ്ങ് സറണ്ടർ ചെയ്യിച്ചിട്ട് പോകുന്നതായിരുന്നു ഇതിനേക്കാൾ നല്ലത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പേടിച്ച് യെരൂശലേമിൽ നിന്ന് ഓടിപ്പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, സാമാന്യ ബുദ്ധിക്ക്, മാനുഷിക ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വഴിയാണ് ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് തുറന്നു കൊടുത്തത്. പക്ഷേ അവരവിടെ ഇരുന്നു. 10 ദിനങ്ങൾ കഴിഞ്ഞു. 10 ദിവസം അവരവിടെ ഇരുന്നിട്ട് ഒറ്റ പോലീസും അവരുടെ വീട്ടിൽ കയറിയില്ല. 10 ദിവസം അവിടെ ഇരുന്നിട്ട് ഒരു റോമൻ പടയാളിയും അവരെ അന്വേഷിച്ചു തന്നില്ല. 10ാമത്തെ ദിവസം യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ നടക്കുമ്പോൾ മൈലുകൾക്കിപ്പുറത്ത് പെരുന്നാളിൽ വന്ന ജനത്തെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു ഭയങ്കര വിപ്ലവം നടക്കുകയാണ്. റോമ ഗവൺമെന്റ് ശവം മോട്ടിച്ചു കൊണ്ടുപോയി അവിടുത്തെ പടയാളികളെ ആക്രമിച്ചുവെന്ന് പറഞ്ഞ് കുറ്റപത്രം എഴുതിയിട്ടിരിക്കുന്ന ഈ ശിഷ്യന്മാരിപ്പോൾ എന്ത് ചെയ്യുകയാണ്? 10 പേരോടുകൂടെ ചേർന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. ഇവരെ പിടിക്കുമെന്ന് പറഞ്ഞ പട്ടണം മുഴുവൻ ഇവരെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിലെ ചില പാതകളിൽ ദൈവം നമ്മളെ നടത്തുമ്പോൾ എന്താ കർത്താവേ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടേക്കും. പക്ഷേ ആ യെരൂശലേമിനകത്ത് ദൈവം ഇരുത്തുമ്പോൾ കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നോ? ഈ യെരൂശലേമിൽ ഞാൻ ഇവരെ മാനിക്കും,
ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, മാനുഷിക ബുദ്ധിക്ക് നിരക്കാത്ത വഴിയിൽ കൂടെ ദൈവം നിന്നെ നടത്തുമ്പോൾ അവൻ്റെ മൂക്കിൻ്റെ താഴെ നിന്റെ ശത്രുവിൻ്റെ മൂക്കിൻ്റെ താഴെ ദൈവം നിന്നെ ഉയർത്തുമെന്ന് അവൻ്റെ കണ്ണിൻ്റെ മുമ്പിലിട്ട് അവൻ നിന്നെ തല ഉയർത്തി നിർത്തുമെന്ന് പീലാത്തോസും ഹെരോദവും ഹന്നാവും കയ്യഫാവും പെരുന്നാളിന്റെ തിടുക്കത്തിലിരിക്കുമ്പോൾ ഈ പുറത്ത് മാളിക മുറിയിൽ നിന്നിറങ്ങിയ അഭിഷേകവുമായി കേൾക്കുന്ന സകല ജാതിക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ ഇന്ന് പകൽ മാനുഷിക ബുദ്ധിക്ക് നിരക്കാത്ത വഴികളിൽ കൂടെ ദൈവം നിങ്ങളെയും എന്നെയും നടത്തോ. ദൈവത്തിന്റെ വഴികളിൽ നമ്മൾ ധൈര്യപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, യേശു ഉയർത്തെഴുന്നേറ്റു. ദൂതൻ സ്ത്രീകളുടെ അടുക്കൽ പറയുക, പോയി ശിഷ്യന്മാരുടെ അടുക്കൽ പറ, നേരെ ഗലീലയ്ക്ക് വിട്ടോളാൻ പറയാൻ. ഇനിയും ഗലീലെ കാലുകുത്താൻ പറ്റാത്ത പരുവത്തിലാണ് ഗലീല ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഗലീലയിൽ അത്ഭുതവും അടയാളവും പ്രസംഗവും ഒക്കെ നടത്തി. പക്ഷേ നാട്ടുകാർ കാണുക പച്ചമര ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു കൊന്നു. എന്നിട്ട് 3-ാം ദിനത്തിൽ പറയാം, നിങ്ങൾ അതേ ഗലീലയിലേക്ക് പോ. ഏത് ഗലീലയിൽ നിന്റെ ശുശ്രൂഷ തീർന്നെന്ന്, ഏത് ഗലീലയിൽ നിന്റെ പ്രവൃത്തി തീർന്നെന്ന്, ഏത് ഗലീലയിൽ നിന്ന് നീ ഓടിപ്പോരുന്നോ ആ ഗലീലയിലേക്ക് പോ. ഞാൻ അവിടെ വന്ന് നിന്നെ കാണാം. ഈ ഗലീല എന്ന് പറഞ്ഞാൽ യേശു തെരഞ്ഞെടുത്ത ഏറിയ ശിഷ്യന്മാരുടെയും സ്ഥലം ഗലീലയാണ്. ഗലീല പുരുഷന്മാർ. ആകയാൽ ഇവർക്കിപ്പോൾ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാതെ, സ്വന്തം കുടുംബത്തിൽ കയറാൻ പറ്റാതെ അവരലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു പറഞ്ഞോ, നിങ്ങൾ തിരിച്ച് ഗലീലേ പോ. നിങ്ങളുടെ നാട്ടുകാരുടെ, നിങ്ങളുടെ വീട്ടുകാരുടെ, നിങ്ങളുടെ കുടുംബക്കാരുടെ നടുവിൽ ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ കാണാം. ഇന്ന് പകൽക്കാല ദൈവം നീ ഇനി കാലുകുത്തത്തില്ലെന്ന് പറഞ്ഞ ഇടത്തേക്ക് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം. നീ ഇനി കാല് തൊടത്തില്ലെന്ന് പറഞ്ഞ മണ്ണിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാം. നീ ഭയപ്പെടരുത്, നീ അധൈര്യപ്പെടരുത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പേടിച്ചു വരുന്ന പെങ്കൊച്ചിന്റെ അടുക്ക മക്കളെ പ്രാർത്ഥിക്കാം, നീ ധൈര്യമായിട്ട് തിരിച്ചു പോന്ന് പറഞ്ഞാ കാലേ വീണിട്ട് പറയും, മക്കളെ വേറെ എന്തോ പറഞ്ഞാലും ഞാൻ കേൾക്കാം, എനിക്കിനി അങ്ങോട്ട് പോകാൻ മാത്രം ധൈര്യമില്ല. നീ ഒന്നും കൂടെ പരീക്ഷയൊന്നും എഴുത്, എൻ്റെ അടുത്ത് ഇനി അത് മാത്രം പറയരുത്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ ധൈര്യപ്പെടുന്നവന് വേണ്ടി മാത്രമേ ദൈവത്തിന് മിറക്കിളുകൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ വഴികളിൽ ധൈര്യത്തോടെ നിൽക്കുന്നവന് വേണ്ടി മാത്രമേ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ വഴികളിൽ ധൈര്യപ്പെട്ടാലേ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ എങ്ങനെ ഗലീലയിലേക്ക് പോകും, അവിടെ നിന്ന് ഇനി നമ്മളെ വീട്ടിൽ കയറ്റത്തില്ല, സംഗതിയെല്ലാം പ്രതികൂലം, എങ്ങനെ അങ്ങോട്ട് പോകും? നോ, കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നിങ്ങൾ ഗലീലയ്ക്ക് പോ, അവിടെ വെച്ച് നമുക്ക് പിന്നെയും കാണാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ വഴികളിൽ ധൈര്യപ്പെടട്ടെ. ഞാൻ 5-ാമത് ദൈവത്തിൻ്റെ ഒരു വഴിയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവനൊരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അടുത്തത്, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും യഹോവയുടെ വഴി കൊടുങ്കാറ്റിലും ഉണ്ട്. ദൈവത്തിൻ്റെ വഴി എവിടെയുണ്ട്? ദൈവത്തിൻ്റെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ദൈവത്തിൻ്റെ വഴിയുണ്ട്. ദൈവത്തിൻ്റെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, ദൈവത്തിൻ്റെ വഴിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വഴിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ? ദൈവത്തിൻ്റെ വഴി ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമാ. അതിനകത്തേക്ക് ആർക്കെങ്കിലും വരാൻ ഇഷ്ടം തോന്നുമോ സഹോദരങ്ങളെ? ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുള്ള ദൈവത്തിൻ്റെ വഴിയിലേക്ക്. എൻ്റെ സഹോദരങ്ങളെ, എന്താണ് ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുള്ള ദൈവത്തിൻ്റെ വഴിയിലേക്ക് നാം കടന്നുപോയാലുള്ള വിഷയം? ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുള്ള ദൈവത്തിൻ്റെ വഴി. ഞാൻ മുൻപേ പറഞ്ഞു, കാറ്റ് പ്രതികൂലമാകൊണ്ട്
അവരുടെ പടക് വലഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റിനകത്ത് ദൈവത്തിൻ്റെ ചില വഴികൾ നമുക്ക് വേണ്ടി തുറന്നു വരും. ആമേൻ. നിൽക്കക്കള്ളി ഇല്ലാതെ വണ്ണം ചുഴറ്റി അടിക്കുന്ന കാറ്റിനകത്ത് ദൈവത്തിൻ്റെ ചില വഴികൾ തുറന്നു വരും. എന്താണ് ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത, കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത? ഞാനൊരു ഒറ്റ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. സ്തോത്രം. എന്താണ് കാറ്റിനകത്തുള്ള ദൈവത്തിൻ്റെ വഴി? യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. സ്തോത്ര. യഹൂദ രാജാവായ ആഹാസിൻ്റെ ഭരണകാലമാണ്. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ. കണ്ടോ, അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ. എഫ്രൈം എന്ന് ഇവിടെ പറയുന്നത് തെക്കേ രാജ്യത്തെ ഇസ്രായേലിനെയാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന സഹോദര രാഷ്ട്രം അരാം എന്ന് പറയുന്ന ശത്രു രാഷ്ട്രമായിട്ട് എന്ത് ചെയ്തു? കൂട്ടുകൂടി. എൻ്റെ കൂട്ടു സഹോദരൻ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി എൻ്റെ ശത്രുവുമായിട്ട് കണക്റ്റായി. എഫ്രൈം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. ഇപ്പോൾ ദാവീദ് ഗൃഹം എന്ന് പറഞ്ഞാൽ യഹൂദ കേൾക്കുകയാണ്, എൻ്റെ സഹോദരങ്ങൾ മുഴുവന് എൻ്റെ ശത്രുവായ അരാമിനോട് കൈകോർത്തിരിക്കുന്നു. ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ന്യൂസ് നമ്മളും കേൾക്കാം. നമ്മൾ വിശ്വസിച്ചവർ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മൾ വളർത്തിയവർ, നമ്മൾ ശുശ്രൂഷിച്ചവർ നമുക്കെതിരായ അരാമിൻ്റെ കൂടെ കൈകോർത്തു എന്നൊരു അറിവ് കിട്ടി. അങ്ങനെ അറിവ് കിട്ടിയപ്പോൾ അടുത്ത ഭാഗം എഴുതിയിരിക്കുകയാണ്: അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. എൻ്റെ സഹോദരങ്ങളെ, സാധാരണമായി കാട്ടിലെ വൃക്ഷങ്ങൾക്ക് കാറ്റ് പിടിക്കുമോ? കാട്ടിലെ വൃക്ഷങ്ങൾക്ക് അങ്ങനെയൊന്നും കാറ്റ് പിടിക്കത്തില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, കാട്ടിലെ വൃക്ഷങ്ങളെ വീശി അടിക്കത്തക്കവണ്ണമുള്ള കൊടുങ്കാറ്റ് പോലെ ഒരു കാറ്റ് കടന്നുപോയി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികൾ ചിലപ്പോൾ കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും വരാം. എന്തായിരിക്കും ആ വഴി എന്നറിയാമോ? വിശ്വസിച്ചവർ തിരിഞ്ഞു നിൽക്കുന്ന വഴി, പ്രതീക്ഷിച്ചവർ തിരിഞ്ഞു നിൽക്കുന്ന വഴി. എഫ്രൈം അരാമിന് കൈ കൊടുത്തുവെന്ന് നീ കേൾക്കോ. എഫ്രൈം അരാമിനോട് യോജിച്ചുവെന്ന് നീ കേൾക്കോ. നിനക്കെതിരായി നിന്റെ കുടുംബമോ, നിനക്കെതിരായി നിന്റെ സഹോദരങ്ങളോ, നിനക്കെതിരായി നിന്റെ ജീവിത പങ്കാളിയോ, നിനക്കെതിരായി നിന്റെ വിശ്വാസികളോ, നിന്റെ ശത്രുവിനോട് കൂടെ ചേർന്ന് നിന്ന് നിന്റെ അടിവേര് മാന്താൻ, നിന്റെ നട്ടല്ലൊടിക്കാൻ, നിന്റെ കാലുവാരാൻ പതിയിരിക്കുന്നുവെന്ന് നീ അറിയുന്ന ചില ദിവസങ്ങൾ വരും. അത് ദൈവം നിന്നെ നടത്തുന്ന കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലുമുള്ള വഴിയാണ്. അതിനകത്ത് എന്ത് സംഭവിക്കോ? അവരുടെ ഹൃദയം കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റിനാൽ ഉലയും പോലെ ഉലഞ്ഞുപോയി. ഹൃദയം ഉലഞ്ഞു പോകുന്ന ദിവസങ്ങൾ, മനസ്സ് തകർന്നു പോകുന്ന ദിവസങ്ങൾ. പക്ഷേ 2 ദിനവൃത്താന്തം 17:6 അവർ യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം ചില വിശ്വസിച്ചവർ നിനക്കെതിരായി തീർന്നതിന്റെ പിമ്പിലോ, നീ സ്നേഹിച്ചവർ നിനക്കെതിരായി തീർന്നതിന്റെ പിമ്പിലോ, നീ പ്രതീക്ഷിച്ചത് വിരോധമായി സംഭവിച്ചതിന്റെ പിമ്പിലോ ഒരു ദൈവത്തിന്റെ വഴിയുണ്ട്. നീ ആ ദൈവത്തിന്റെ വഴിയിൽ ധൈര്യപ്പെട്ടാട്ടെ. അവൻ ദൈവത്തിന്റെ വഴിയിൽ ധൈര്യപ്പെട്ടോ. ഇന്ന് പകൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, പ്രതികൂലത്തിന്റെ പാതകളിൽ അധൈര്യപ്പെടാതെ ഇതിന്റെ പിമ്പിൽ ഒരു ദൈവത്തിന്റെ നന്മയുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കാം? ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കാം? അവൻ ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടോ. 2 ദിനവൃത്താന്തം 17:6 ഒരു കൊടുങ്കാറ്റിന്റെ വഴി, ഒരു പെരുങ്കാറ്റിന്റെ വഴി നിന്റെ മുൻപാകെ തുറന്നു വന്നോ. നീ വിശ്വസിച്ചവരും പ്രതീക്ഷിച്ചവരും നിനക്കെതിരായി തീർന്നോ. കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റിൽ ഉലയും പോലെ നീ നിന്ന് ഉലയുകയാ, നീ നിന്ന് വിറയ്ക്കുകയാ. നിനക്കാരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല, നിനക്കാരെ ചാരണമെന്ന് അറിയത്തില്ല. എവിടെയോ നീ അധൈര്യപ്പെട്ടോ, എവിടെയോ നീ ഭയപ്പെട്ടോ. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വഴികൾ ദൈവത്തിന്റെ വഴികളെങ്കിൽ നീ ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്. ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടെ, ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടെ. അപാചക പ്രൗഢവ ശവപ്രൗഢവാനി പുസ്തകങ്ങളെ മടക്കി കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. അപപ്രവാചക പ്രൗഢവാനി ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടെ, ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടെ. അപപ്രൗഷവ പ്രവാനിയ ഒരു ദോഷവും ദൈവം നിനക്ക് വരുത്തത്തില്ലെന്ന് പറഞ്ഞ്, ഒരു തിന്മയും ദൈവം നിനക്ക് വരുത്തത്തില്ലെന്ന് പറഞ്ഞ്. അകല മഹസ്യ പ്രവാചര ചുഴലിക്കാറ്റിന്റെ വഴിയിൽ, ഓ
പ്രതികൂലത്തിന്റെ വഴിയിൽ നീ അധൈര്യപ്പെടരുത്. അപ്പൊ പ്രവാരിയ, ഇതേ ചുഴലിക്കാറ്റിന്റെ നടുവിൽ, ഇതേ ചുഴലിക്കാറ്റിന്റെ നടുവിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടോ. ഇന്ന് പകൽ നീ അറിയണം, ചുഴലിക്കാറ്റിന്റെയോ കൊടുങ്കാറ്റിന്റെയോ ദിനരാത്രങ്ങൾ നിനക്കെതിരെ വന്നാൽ ഇതേ ചുഴലിക്കാറ്റിൽ കൃപ ലഭിച്ച പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നോ. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം എഴുന്നേറ്റ് നിന്നോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്കൊരു ധൈര്യം തരികയാ, നിനക്കൊരു ഉറപ്പ് തരികയാ. യഹോവയുടെ വഴികളിൽ നീ ധൈര്യപ്പെട്ടോ, യഹോവയുടെ വഴികളിൽ നീ ധൈര്യപ്പെട്ടോ. അത് സമുദ്രം പോലെ ആയിരിക്കാം, അത് പെരുവെള്ളം പോലെ ആയിരിക്കാം, അത് മരുഭൂമി ആയിരിക്കാം, അത് നിർജ്ജന പ്രദേശമായിരിക്കാം, അത് കൊടുങ്കാറ്റായിരിക്കാം, അത് ചുഴലിക്കാറ്റായിരിക്കാം. പക്ഷെ നീ അധൈര്യപ്പെടരുത്, നീ അധൈര്യപ്പെടരുത്. ദൈവം എന്നോടുകൂടെ, ഇസ്രായേലിന്റെ പരിപാലകൻ എന്നോടുകൂടെ. ഈ വഴിയിൽ അവൻ എന്നെ വെള്ളത്തിൽ വിടത്തില്ല, ഈ വഴിയിൽ അവൻ എന്നെ പെരുവെള്ളത്തിൽ വിടത്തില്ല. അവൻ എന്റെ വലം കൈ പിടിക്കുക, അവൻ എന്നെ കൈവിടത്തില്ല. അവൻ സമുദ്രത്തിന്റെ തീരത്ത്, മിഗ്ദോലിനും കടലിനും മധ്യേ, പീഹഹിരോത്തിന്റെ സമീപത്ത്, ബാൽസഫോന് സമീപത്ത് അവൻ നിന്നെ പാളയമിറക്കിയാൽ അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യോ, അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യോ. സമുദ്രത്തിന്റെ മേൽ നീ നടന്ന് കർത്താവിനെ അനുഗമിച്ചാൽ അവൻ നീ മുങ്ങുമ്പോൾ നിന്റെ കൈക്ക് പിടിക്കോ. ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്. അവൻ ദൈവത്തിന്റെ വഴികളിൽ ധൈര്യപ്പെട്ടോ. അവൻ പൂജാഗിരികളെയോ അശേര പ്രതിഷ്ഠകളെ നീക്കിക്കളഞ്ഞോ. ഇന്ന് പകൽക്കാല പിറുപിറുക്കുന്നവനല്ല, അധൈര്യപ്പെടുന്നവനല്ല, പകര ഉറച്ചു നിൽക്കുന്ന ജന ചിലതിനെ നീക്കിക്കളയോ. തലമുറ തലമുറയായി വളഞ്ഞു കെട്ടി നിൽക്കുന്ന അന്ധകാര ശക്തികൾ, പൈശാചിക ബലങ്ങൾ ഇന്ന് പകൽ നിന്റെ അധികാരത്തിൽ, നിന്റെ അഭിഷേകത്തിൽ, നിന്റെ അന്യഭാഷകൾ, നിന്റെ സ്തോത്രത്തിൽ കരമടിച്ച് 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 അന്യഭാഷകളിൽ പ്രവാചക അർത്ഥന ജഗപ്രൗഢ ഭാസ്മരെ ബരാധന അർത്ഥോ ലഭസ്യ പ്രൗഢേ രഹസ്യ